പാരീസിൽ നമ്മൾ പോകുമ്പോൾ കാണേണ്ട ഒരു മ്യൂസിയമാണ് ലോറ മ്യൂസിയം എന്ന് പറയും. ഈ മ്യൂസിയത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് മൊണാലിസയുടെ ഒറിജിനൽ ചിത്രം അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരിക്കലും അത് മോഷണം പോയ ചിത്രമാണ്, പിന്നെ അതിന് ശേഷമാണ് അത് തിരിച്ച് കണ്ടെത്തിയെടുത്തത്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂസിയത്തിനകത്തോട്ട് എൻ്റർ ആകുമ്പോഴുള്ളതാണ് കണ്ടത്. ഇതിൻ്റെ പുറത്താണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പിരമിഡ് പോലത്തെ ഒരു മനോഹരമായ വ്യൂ ഉണ്ട്. ഇതൊരു പ്രൈമറി ഫോട്ടോ ലൊക്കേഷനും കൂടിയാണ്. ഈ മ്യൂസിയം ഉണ്ടായത് ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന ഒരു പാലസ് പിന്നെ അതിന് ഒരുപാട് കാലത്തിന് ശേഷം കൺവേർട്ട് ചെയ്തിട്ടാണ്. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. നമ്മളെ ഫോണിൽ അതിൻ്റെ ബാർകോഡ് വരും. നമുക്ക് ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഈ ഗ്ലാസ് പിരമിഡിൻ്റെ ഒരു ഭാഗത്താണ്. അവിടുന്ന് നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലോട്ട് കാണാം. ഈ മ്യൂസിയത്തിന് ശരിക്കും ഈ ഗ്ലാസിൻ്റെ പിരമിഡിന് ഇപ്പോൾ ഒരു 4 ഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ്. ഇതിൻ്റെ 4 എസ്കലേറ്ററിലാണ് മുകളിലോട്ട് കയറാനുള്ളത്. ഇപ്പം ഈ 4 ഭാഗത്തെയും അട്രാക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പൊതുവെ കയറി പോകുന്നത് മൊണാലിസയുടെ ഒറിജിനൽ ഫോട്ടോ കാണാനുള്ള ആ ഒരു ആവേശത്തിലായിരിക്കും. കാരണം അതാണ് അവിടുത്തെ ഏറ്റവും ഒരു ഫേമസ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരുടെയും പോലെ തന്നെ അതായിരുന്നു ഞങ്ങളെയും ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ മൊണാലിസയുടെ ഫോട്ടോ കാണണം ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞങ്ങളും പോകുന്നത്. പക്ഷേ ഈ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. മെയിനായിട്ട് കുറേ സ്റ്റാച്യൂസുകളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോളറും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ മ്യൂസിയത്തിൻ്റെ സീലിങ്ങിലാണെങ്കിലും അതേപോലെ ചുമരുകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ശരിക്കും പറയുന്നത് ഒരു ഫോട്ടോ 1 മിനിറ്റ് എടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 4 മാസത്തോളം സമയം, അതായത് 120 ദിവസത്തോളം സമയം നമുക്ക് വേണ്ടി വരും ഈ മ്യൂസിയം ഫുള്ള് കവർ ചെയ്യാനെന്നുള്ള. എന്തായാലും നമുക്കത് പോസിബിൾ ആവില്ല. നമ്മൾ ഒരു ദിവസം ഒക്കെയാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള മാപ്പ് നോക്കിയിട്ട് ഇതിനകത്ത് ബെസ്റ്റ് കാണാൻ പറ്റുന്ന ചില ഫോട്ടോസ്, ചില ചിത്രങ്ങൾ, ചില ആൻറ്റിക് ഡിസൈൻസുകൾ, അതേപോലെ തന്നെ ഈജിപ്തിൽ നിന്നുള്ള ഡമ്മീസിൻ്റെ കുറേ മോൾസുകൾ, ഇതൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ കാണണമെന്ന് ഉദ്ദേശിച്ച് വന്നിട്ടുള്ളത്. സോ ഞങ്ങളങ്ങനെ വാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് 2 വാളിലും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസുകൾ, ഒരുപാട് പെയിൻറ്റിങ്സുകൾ, ഒരുപാട് ചിത്രങ്ങൾ, അത് പല കളേഴ്സിലും കളർ തീം ബേസ് ചെയ്തിട്ട് വരച്ചാണ്. ചിലതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് ടച്ച് ആയിരിക്കും, ചിലത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും കൂടി ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള, എത്രയോ മുന്നേ ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ള ആർട്ട് വർക്കുകളാണ്. ശരിക്കും നമ്മൾ ആ ഓരോ ഫോട്ടോൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് അത് ഇത്രയും ഭയങ്കര ഭംഗിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ജസ്റ്റ് ദൂരം നിന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിനകത്ത് അത്രയും ശ്രദ്ധിച്ച് ആ പെയിൻറ്റിങ്സുകൾ അവിടെ കൊണ്ടുവന്നുള്ളത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഓരോന്നും നോക്കി അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓഡിയോ ഗൈഡ് കിട്ടും. ഈ ഓഡിയോ ഗൈഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിന് പഠിക്കാൻ പറ്റും. ശരിക്കും ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നവർക്ക് ഭയങ്കര ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 5 യൂറോ എങ്ങാണ്ടാണ് ഈ ഓഡിയോ ഗൈഡിൻ്റെ ചാർജായിട്ട് വരുന്നത്. അതൊരു ഹെഡ്സെറ്റ്, ഒരു ബോക്സ് കൂടിയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഓരോ ചിത്രത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ടും അതിനെക്കുറിച്ച് പഠിക്കാം. ഇതാണ് ആക്ച്വലി മൊണാലിസ ഹാൾ എന്ന് പറയുന്നത്. ഈ ഹാളിൽ ഭയങ്കര തിരക്കാണ്. കാരണം ആ മൊണാലിസയുടെ ഫോട്ടോൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ അങ്ങോട്ട് മുന്നിലോട്ട് ഇങ്ങനെ മെല്ലെ നമുക്ക് കയറി എത്താൻ പറ്റുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോസ് എടുക്കാനും പറ്റും. നമുക്കറിയാൻ പറ്റും വലിയൊരു വാളിൽ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഈ ഫോട്ടോ വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, ഭയങ്കര വലിയൊരു ഫോട്ടോ ആയിട്ട് തോന്നില്ല. പക്ഷേ കറക്റ്റ് അതിൻ്റെ നമുക്ക് ആ പോകാൻ പറ്റുന്ന പെർമിറ്റ് ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. നല്ല സെക്യൂരിറ്റി സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ മോഷണം പോയ ഫോട്ടോ ആയിരുന്നത്, പിന്നെ അത് തിരിച്ച് കിട്ടിയെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ഈ ഹാളിലൊക്കെ ഉള്ളത്. ഹാളിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ആ സമയത്ത് നടന്നിട്ടുള്ള പല ഇവൻസുകൾ അല്ലെങ്കിൽ പല തീമുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട്
എന്താ പറയുക ചിത്രങ്ങൾ, പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. ചിത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പെയിൻറ്റിങ്സിനെ കുറിച്ച് ഇതേപോലെ ആർട്ട് വർക്കുകളെ കുറിച്ച് ഏറ്റവും പഠിക്കണം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ €5 കൊടുത്തിട്ട് നമ്മുടെ ഈ ഓഡിയോ ഗൈഡ് കളക്ട് ചെയ്യുന്നത്. ആ ഓഡിയോ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പെയിൻറ്റിങ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും എന്താണ് അത് മീൻ ചെയ്യുന്നത്, നമുക്ക് ഒട്ടും അറിയാത്തൊരു വിഷയമാണെങ്കിൽ പോലും നമുക്ക് ലേൺ ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റും. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ ഇത്തിരി ബോറായിരിക്കും, കാരണം ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇതല്ല. ആക്ച്വലി ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷ്വൽ എക്സ്പീരിയൻസും അതേപോലെ ലേണിംഗ് എക്സ്പീരിയൻസും തരുന്ന സ്ഥലങ്ങളാണല്ലോ. സോ ഇതും അങ്ങനത്തെ ഒരു തീമിൽ തന്നെയാണ് ഈ മ്യൂസിയം നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന പോലെ വലിയ ജനത്തിരക്കാണ്. ഏറ്റവും ബെസ്റ്റ് ലോറ മ്യൂസിയത്തിൻ്റെ വെബ്സൈറ്റ് വഴി പോയിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് ബാർകോഡ് ആക്സസ് ചെയ്ത് കയറുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കയറുക എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നമുക്ക് വലിയ ക്യൂ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ചെറിയ പെയിൻറ്റിങ്സ് തൊട്ട് വളരെ വലിയ പെയിൻറ്റിങ്സ്, ഇപ്പോൾ ഡേവിഡ്സിൻ്റെ ഈ പെയിൻറ്റിങ്സ് എല്ലാം തന്നെ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇത് ഏത് ബേസിലായിരുന്നു ഈ ഒരു പെയിൻറ്റിങ്സ് തയ്യാറാക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കാണും. അതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്നും നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സാധാരണഗതിയിൽ ലോറ മ്യൂസിയം പോകുന്നവർ മൊണാലിസയുടെ ഫോട്ടോ കാണും, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗ്ലാസ് പിരമിഡ് കാണും, അത് ഡെഫിനറ്റായിട്ടും ഒരു ഫോട്ടോ ലൊക്കേഷൻസാണ്. പക്ഷെ അതല്ലാതെ ശരിക്കും നമുക്ക് ഈ മ്യൂസിയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിലുള്ള ഓരോ പെയിൻറ്റിങ്സിനെ പറ്റിയും ഓരോ ആൻറ്റിക് ഡിസൈൻസിനെ പറ്റിയും ഒക്കെ നമുക്ക് പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈം സ്പെൻഡ് ചെയ്യണം. ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത് കണ്ടില്ല, ഇത്രയും വലിയ ക്യൂ ആണ് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് എൻട്രി. ഇത്രയും നല്ല വെയിലുണ്ടായിട്ട് പോലും ആ ആളുകൾ അത്രയും പേര് ക്ഷമയോട് കൂടി ഓൺലൈൻ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഈ പാലസ് നിൽക്കുന്ന ഇത്രയും ഏരിയ ഓൾമോസ്റ്റ് നല്ലൊരു ഏരിയ തന്നെ ഇതിൻ്റെ ഈ കാഴ്ചകൾ, പെയിൻറ്റിങ്സുകൾ, ആർട്ട് വർക്കുകൾ, ആൻറ്റിക് ഡിസൈൻസുകൾ ഒക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഹാളുകൾ, ഓരോരോ നമ്മളൊരു പാലസിൻ്റെ ഉള്ളിൽ കയറിയതുപോലെ തന്നെയാണ്. കാരണം ഓരോ പാലസിന് ഓരോ ഹാളുണ്ട്, ഓരോ ഹാളിലും ഓരോ തീം ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഹാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിങ്ങിൻ്റെ കിങ്ങും ക്യൂനൊക്കെ യൂസ് ചെയ്തിരുന്ന അവരുടെ തിങ്സാണ് ഇതിൽ നിൽക്കുന്നത്. ഈ ഹാളിൻ്റെ ഉള്ളിലോട്ട് എൻട്രായി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ആംബിയൻസ് ആണ് ഒരു ഫുള്ളി ഒരു റോയൽ സ്റ്റൈലാണ്. സോ ഇതിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സുകളുണ്ട്, അവർ യൂസ് ചെയ്തിരിക്കുന്ന യൂട്ടൻസിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ചെറിയതാണെങ്കിലും ഇപ്പം നമ്മൾ ഈ ഐസ്ക്രീം ബോൾ പോലൊക്കെ കാണുന്ന ഇതുപോലുള്ള ഒരുപാട് പാത്രങ്ങൾ, അതെല്ലാം തന്നെ ഓരോന്നിലും ഭയങ്കര ആൻറ്റിക് ടച്ചാണ് അതിൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്നത്. ശരിക്കും ആൻറ്റിക് ഡിസൈനും ആൻറ്റിക് സ്റ്റൈലും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായിട്ടും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ആൻറ്റിക് ഡിസൈൻസിലുള്ള ഈ പാത്രങ്ങൾ എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഹാർഡ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷനകത്ത് നമുക്ക് കാണാൻ പറ്റും ജർമ്മനിയിൽ നിന്നും അതേപോലെ ഇന്ത്യയിൽ നിന്നും പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയുടെ പേരൊക്കെ അവിടെ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര അഭിമാനം. കാരണം ഇങ്ങനത്തെ ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് അവിടുത്തെ ഒരു രാജകുടുംബം ഉപയോഗിച്ചു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് നമുക്ക് ആ സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മളിങ്ങനെ ഇത്രയും കാഴ്ചകൾ കണ്ട് നടക്കുന്ന ഇടയ്ക്ക് ഇന്ത്യ എന്നുള്ള ഒരു പേര് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കര തന്നെയായിരുന്നു ആ സമയത്ത്. സോ എന്തൊക്കെ പറഞ്ഞാലും കിങ്ങിൻ്റെ കിരീടം, അതുപോലെ കിങ് ഉപയോഗിച്ചിരുന്ന മറ്റ് ബുക്സ്, എല്ലാത്തിലും തന്നെ ഒരു ആൻറ്റിക് ടച്ചായിരുന്നു. പക്ഷേ ഇതിൽ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ ഒരു കളർ തീം ബേസ്ഡ് ആയിട്ടും കാണാൻ പറ്റും. ചിലതെല്ലാം തന്നെ റെഡിലാണ് അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡിലാണ് ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.
പക്ഷെ നമ്മൾ ചില ഭാഗങ്ങളിലോട്ട് കയറുമ്പോൾ അത് ഒരു ഗോൾഡൻ ടച്ചിൽ അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡിൽ ചെയ്ത് കാണും. ചിലതിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ കളർ. ഇതാണ് ക്യൂന് ഉപയോഗിച്ചിരുന്ന കിങ് ഉപയോഗിച്ചിരുന്നത് തന്നെ. കിങ്ങിൻ്റെ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കിരീടമൊക്കെ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലുമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർഡ് സ്റ്റോൺസ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒറിജിനൽ ഡയമണ്ട് ആണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്തായാലും ഡെഫിനറ്റായിട്ടും അത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. അത്രയും സെക്യൂരിറ്റിയോടും പ്രൊട്ടക്ഷനോടും കൂടിയാണ് ഇതെല്ലാം തന്നെ അവിടെ ഡെഫിനറ്റായിട്ടും ഇത്രയും വരുന്ന ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കുള്ള കാണാൻ വേണ്ടിയിട്ട് കാഴ്ചയൊരുക്കിയിട്ടുള്ളത്. സോ ഇതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് ലുക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ. അത് ഓരോ സ്റ്റോണും ഇപ്പോൾ ഒരു 10 സ്റ്റോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോൺ ഈ 10 സ്റ്റോണിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും ഫസ്റ്റ് ടു സെക്കൻഡ് ടു തേർഡ് ടു ഫോർത്ത് അത്രയും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അത്രയും ഒരു പെർഫെക്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് അന്നത്തെ കാലത്ത് അത് ചെയ്തെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഭയങ്കരമാണ്. ഈ കാണുന്ന സിൽവർ കളറാണ് ആക്ച്വലി ക്യൂനിൻ്റെ ക്രൗണായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ക്യൂൺ ഉപയോഗിച്ചിരുന്ന ഇയറിങ്സ് അതുപോലുള്ള ജ്വൽസാണ്, ജ്വൽസ് ഓഫ് നെപ്പോളിയൻ 3 ആണ്. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയും തിങ്സാണ് ആ ഷെൽഫിൽ അവർ യൂസ് ചെയ്യുന്ന. എസ്പെഷ്യലി അവർ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ആണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ വിൻഡോയിലൂടെ പുറത്തുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. ശരിക്കും ഭയങ്കര രസമാണ്. അതിൻ്റെ അപ്പുറത്തൊരു ലേക്ക് ഉണ്ട്. നമുക്ക് ക്രൂയിസൊക്കെ എടുത്തിട്ട് നൈറ്റിൽ ഈ ക്രൂയിസിലൂടെ ഇത് നമുക്ക് കവർ ചെയ്യാനും പറ്റും. ഈ പാലസിൻ്റെ മുറ്റം അല്ലെങ്കിൽ സെൻറ്റർ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് ഗ്ലാസ് പിരമിഡ് ഉള്ള സ്ഥലത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഇത് കാണുന്നത്. ഈ കാഴ്ച ആ വിൻഡോയിലൂടെ കണ്ട് വീണ്ടും നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് അടുത്ത ഹാളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു തീം എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറായിരുന്നു ഇതിൻ്റെ സീലിങ്ങിൻ്റെ തീം. പക്ഷേ ഇവിടെയും ഇവർ യൂസ് ചെയ്തിരുന്ന കിച്ചൺ യൂട്ടൻസിൽസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ അവിടെ വായിച്ച ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് അത് ചെമ്പിലും അതേപോലെ വേറെ ഏതൊക്കെയോ മെറ്റീരിയൽസിലായിരുന്നു അത് ചെയ്തിരുന്നത്. പക്ഷേ എല്ലാം ഒരു ചെമ്പിൻ്റെ കളറ് ടച്ചായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത്. പക്ഷെ ഓരോന്നും എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിന് ഓരോ ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്സ് പോലെ അത് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു കളർ പെയിൻറ്റിങ് അല്ലാതെ വേറെ എന്തോ ഒരു ഹാർട്ട് പെയിൻറ്റിങ് പോലെ ഓരോ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ടോട്ടലി ആ ഒരു ഹാളിലുള്ള തിങ്സ് എല്ലാം തന്നെ ഒരു റോയൽ ടച്ചിലുള്ള ഐറ്റംസ് ആയിരുന്നു. അതേപോലെ ചെറുത് തൊട്ട് വലുത് വരെയുള്ള അവർ യൂസ് ചെയ്തിരുന്ന പലതരത്തിലുള്ള പാത്രങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ വലിയ സൈസുള്ള പാത്രങ്ങൾ വരെ കണ്ടതുപോലെ കാണാൻ പറ്റുന്നു. അവിടുത്തെ ആ വിൻഡോയിലൂടെ പുറത്തോട്ടേക്ക് കഴിഞ്ഞാൽ പറ്റുന്ന ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. ശരിക്കും ആ ഫ്രാൻസിൻ്റെ 2 ഫ്ലാഗും അതിനിടയ്ക്ക് കാണുന്ന ആ ഒരു പാലസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അത് ശരിക്കും എന്താ പറയുക ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും ഒരു വിൻഡോയിലൂടെ കിട്ടുന്ന ഒരു കാഴ്ചയാണത്. ഒരിക്കലും നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ആ വിൻഡോയിലൂടെ നമുക്ക് കിട്ടുന്ന കാഴ്ചയായിരുന്നു ഈ പാലസിൻ്റെ ബാൽക്കണി അല്ലെങ്കിൽ ആ ഒരു കോറിഡോർ എന്നൊക്കെ പറയുന്നത്. സോ ഈ പല സ്ഥലങ്ങളിൽ നമുക്ക് ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം നമുക്ക് ആ കാഴ്ചകൾ കാണുന്ന ഭാഗത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാ സൈഡിലോട്ടും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ട്രാവലേഴ്സ് വരുന്ന സമയത്ത് വളരെ പെർഫെക്റ്റായിട്ട് അവരെ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ. അത് ആ ഒരു കാഴ്ച കണ്ട് പിന്നെ ഒരു സെക്ഷനിലോട്ട് പോയതായിരുന്നു ഈ പറഞ്ഞ പോലെ ഡമ്മീസുകളുള്ള ഒരു സെക്ഷൻസ്. പല രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ അവരോടൊപ്പം അന്ന് ഉണ്ടായിരുന്നവരുടെ ഒക്കെ ബേസസിൽ വരച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈജിപ്ഷ്യൻ ഡമ്മീസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് എനിക്കവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കുറേ വുഡൻ ബേസ്ഡായിട്ടും മെറ്റൽ ബേസ്ഡായിട്ടൊക്കെ കണ്ടിരുന്നു. അപ്പം അതൊരിക്കലും ഒരു ഫോസിൽസ് ആവില്ല ഡെഫിനറ്റായിട്ടും. അപ്പം അത് നിർമ്മിച്ചെടുത്തതായിരിക്കാം പിന്നെ പിൽക്കാലങ്ങളിൽ. പക്ഷേ അതൊരു പുതിയതിൻ്റെ ടച്ചുമില്ല. എന്നാൽ അത് തന്നെ എല്ലാത്തിലും ഒരു കുറച്ച് പഴകിപ്പോയതിൻ്റെ കുറേ ഇതും കണ്ടിരുന്നു. പിന്നെ ഈ സ്റ്റോണിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഡമ്മീസ് ചെയ്യും ഭംഗിയുള്ള കാഴ്ചയാണ്. അതിനപ്പുറത്തുണ്ടായിരുന്നാണ് ശരിക്കും ഒരു വലിയ ഹാൾ. അത് ഫുള്ള് ഒരു സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള
ഒരു ഹാൾ. അവിടെ എന്തോ ഇവൻറ്റ്സും നടക്കുന്നുണ്ട്. എന്നിട്ട് നോട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ബാനർ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ഇതും അന്ന് പാലസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ഹാളാണ്. ഇന്ന് അതെല്ലാം എയർ കണ്ടീഷൻ എല്ലാം ചെയ്ത് ലൈറ്റ് എല്ലാം ചെയ്ത് കുറച്ചും കൂടി ഇന്നത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ രൂപത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ വാളെല്ലാം തന്നെ ആ ഒരു പഴയ സ്റ്റൈലിലുള്ള ഒരു ഇതന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. സോ ആ കാഴ്ചയും കണ്ടു, ഓൾമോസ്റ്റ് എല്ലാം തന്നെ കണ്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ എലോറ മ്യൂസിയത്തിൻ്റെ ഒരു ഹിസ്റ്ററി ആണ് ഇതിനകത്ത് കാണുന്നത്. ഓരോ വർഷം 1200 അതിൻ്റെ പണിയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് അതെങ്ങനെ ഉണ്ടായിരുന്നത്, പിന്നെ 1789 1870 കഴിഞ്ഞ് ഇന്ന് കാണുന്ന ആർക്കിടെക്ചറിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ആ കാഴ്ചയും കണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എൻ്ററായ അതേ സ്ഥലത്തോട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ആ ഗ്ലാസ് പിരമിഡിൻ്റെ ഏറ്റവും താഴെയുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതും കുറേ ആളുകൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലൊക്കേഷനാണ്. പക്ഷേ ഇവിടെ നമുക്ക് പുറത്ത് റെസ്റ്റോറൻറ്റും നമ്മൾ ഇത്രയും കണ്ടുവരുമ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ ക്ഷീണിക്കും. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഔട്ട്സൈഡ് വ്യൂ, തിരിച്ചിറങ്ങുന്ന ഔട്ട്സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. വീണ്ടും ഗ്ലാസ് പിരമിഡ് താഴോട്ടാണ്. ഔട്ട്സൈഡ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഉണ്ട്. നമ്മൾ ഇത്രയൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ക്ഷീണിക്കും. അതുകൊണ്ട് നമുക്കിവിടെ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഈ എലോറ മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് പാരീസിൽ പോകുമ്പോൾ എലോറ മ്യൂസിയം കാണാൻ, അതേപോലെ ടിക്കറ്റ് എടുക്കാനും അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.